ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് 2 വർഷം മുന്നേ നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ വീട്ടിൽ അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കുറേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ആ കാര്യങ്ങളൊക്കെ വിട്ടുപോയി, കാരണം ഡ്യൂട്ടിയുടെ തിരക്കൊക്കെ കാരണം. പിന്നെ അയർലൻഡിലോട്ട് പോയി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇന്ന് ഭയങ്കര ആഗ്രഹം തോന്നി കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിന്ന് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനും ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലോപ്പ് ആവത്തില്ല എന്നുള്ള വിശ്വാസം, പ്രാർത്ഥിച്ചിട്ടെങ്കിൽ കാര്യമായിട്ട് തുടങ്ങാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിൽ പോകുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഇനി എന്നെ കാണുന്നത് അയർലൻഡിൽ എത്തിയിട്ടായിരിക്കും. നെക്സ്റ്റ് വ്ളോഗ് നമ്മുടെ അയർലൻഡ് വ്ളോഗ് ആവാനാണ് സാധ്യത. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളായി, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മളിതൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ പോകുവാണ്. ഞാനിതിലേക്ക് 2 കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു കേക്ക് ബാറ്റർ സോഫ്റ്റായിട്ട് കിട്ടാനാണ്. കറക്റ്റ് നമ്മളുടെ കേക്ക് ഫ്ലോറിൻ്റെ മിക്സാണിത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ബ്രാൻഡിൻ്റെ കൊക്കോ പൗഡർ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ആ ഒരു കൃത്യം ടേസ്റ്റ് ഒന്നും വരില്ല. നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സ് ആവും. ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ കേക്ക് ബാറ്റർ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അടുത്ത പരിപാടി വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കുന്ന പരിപാടിയാണ്. നമ്മളൊരു 3-4 തവണ നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മിക്സിൽ ഒരുപാട് കുഞ്ഞു തരി പൊടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ അരിച്ച് മാറ്റി നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ആ ഒരു പൊടിയെല്ലാം ഭയങ്കര ഫൈനായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും തവണ അരിക്കുന്നത്. ഒരു 3 തവണയെങ്കിലും അരിക്കുന്നത് നല്ലതായിരിക്കും. അരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അരിപ്പയിൽ ഇതിൻ്റെ പൊടികൾ നല്ലപോലെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു തരിതരിപ്പുള്ള പൊടികൾ, അരിക്കാത്ത പൊടികൾ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു പൊടികൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കഴിക്കുമ്പം ഹാർഡനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മാറ്റാനാണ് നമ്മൾ ഇത്രയും തവണ അരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുന്നത് നമുക്ക് ആ ഒരു ഉപ്പിൻ്റെയൊക്കെ ഒരു പരുവം കൃത്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോൾട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ട. നമ്മൾ ഓൾറെഡി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയപ്പോൾ അതിൽ നമ്മൾ ഇത്തിരി സോൾട്ട് ഇട്ടിട്ടുണ്ട്, അത് മതി. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോൾട്ടഡ് ബട്ടർ അല്ല, അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് നമ്മൾ യോജിപ്പിക്കണം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിയിട്ട് ഇങ്ങനൊരു ക്രീം കൺസിസ്റ്റൻസി വരും. ഇതാണ് അതിൻ്റെ പരുവം. നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമുക്ക് വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എഗ്ലെസ് കേക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നത്. എഗ്ഗ് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എഗ്ലെസ് ആണ്. കുറച്ചും കൂടെ ടേസ്റ്റിയും എനിക്ക് തോന്നിയിട്ടുള്ളത് എഗ്ലെസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. നമുക്ക് അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വിസ്ക് ഉപയോഗിച്ചിട്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഈ ഒരു ബാറ്ററിൽ മിക്സ് ആവണം, കറക്റ്റ് പരുവത്തിന് വരണം. ഇനി ചേർക്കുന്നത് 2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ആ വാനില എസൻസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേപോലെ പാകത്തിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ ബാച്ച് വൈസ് ആണ് ഓരോന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നാൽ മാത്രമേ എല്ലായിടത്തും കൃത്യമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ മിക്സ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ആലോചിക്കുമായിരിക്കും ഞാൻ നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിവൊന്നുമല്ല. എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് കേക്കൊക്കെ കഴിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ പരിശുദ്ധ അമ്മേ എനിക്കും ഒരു സമയത്ത് കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് പണ്ട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ കാലത്തിൻ്റെ പൂർണ്ണതയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എന്ന് വേണമെങ്കിൽ പറയാം ഞാനും ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് തന്നെ വരാറുണ്ട്. അതൊരിക്കലും എൻ്റെ കഴിവല്ല കേട്ടോ. ഞാൻ എന്ത് ഫുഡ് വെച്ചാലും അത്യാവശ്യം ടേസ്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഉത്തരവാദി മാതാവാണ്. ഞാൻ പറയാറുണ്ട്, പരിശുദ്ധ അമ്മേ ഈശോയ്ക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്ന അമ്മയല്ലേ, അപ്പോൾ ഈ ഉണ്ടാക്കുന്ന എന്ത് തന്നെയായാലും അമ്മ തന്നെ ഉണ്ടാക്കിക്കോണേ, എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് അമ്മ തന്നെ പ്രിപ്പയർ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് വെക്കാറ്. അതുകൊണ്ട് മോശമാവാണ്ട് തന്നെ വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്ററിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു. ഇപ്പോൾ അതിനുശേഷം നമ്മളുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബാറ്ററി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ കറക്റ്റ് റിബണിലെ കൺസിസ്റ്റൻസിയിൽ വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മോശമായാലും അത് മാതാവിൻ്റെ ഉത്തരവാദിത്വമാണ്, നല്ലതായാലും മാതാവിന് തന്നെയാണ് ക്രെഡിറ്റ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരെ മോശമാക്കത്തില്ലെന്നുണ്ട് വിശ്വാസം. അപ്പോൾ നമ്മളാണെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. നമ്മൾ ഇതിലേക്കാണ് ഈ ഒരു ബട്ടർ പേപ്പർ ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്കാണ് നമ്മളൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അനിയത്തിയാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്ത് തന്നത്. അവൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഷൂട്ടും കൂടെ ചെയ്യേണ്ടത് കൊണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒഴിക്കുവാണ്. കണ്ടില്ലേ, കറക്റ്റ് റിബൺ പോലെ തന്നെ വീഴുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കാരണം അത് ഒത്തിരി ലൂസായാലും കൊള്ളില്ല, അത് വേഗത്തില്ല. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ സോഫ്റ്റ്നെസ്സിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം വരാൻ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയണം. അപ്പം നമ്മളൊരു താഴ്ത്ത് വെച്ചിട്ട് നന്നായിട്ട് എയർ ബബിൾസ് കളഞ്ഞിട്ട് വേണം നമ്മൾ അടുപ്പിലേക്ക് വെക്കാൻ. അപ്പം നമുക്ക് അവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇഡ്ഡലിത്തട്ടിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്കിൽ ഉള്ളിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു എയർ ബബിൾസൊക്കെ പുറത്തേക്ക് പോകും. അത് നന്നായിട്ട് പൊട്ടിപ്പോണം, എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിത്തട്ടിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 to 20 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഇഡ്ഡലിത്തട്ടാണ്. നമ്മുടെ കേക്ക് ബാറ്റർ ഒരു 1 hour 5 minutes അത്രയും നേരം ഇത് ബേക്ക് ചെയ്യണം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമ്മൾ നല്ലപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. 1 hour കഴിയാണ്ട് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കേക്ക് വേക്കുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത ഗ്ലാസ് ബൗളാണ്. അതിലേക്ക് നമ്മൾ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിവിടെ 2 കപ്പാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരുന്ന ക്രീമാണ് കേട്ടോ. ഇതിന് ഓൾറെഡി മധുരമുണ്ട്, നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ന്യായമായ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഇതാണ് എടുക്കാറ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം, ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. കുറച്ചധികം നേരം ചെയ്ത് കഴിയുമ്പോൾ ഒരു 20-25 മിനിറ്റ്സിനുള്ളിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിഫ് പീക്സ് വരും. നമ്മുടെ കേക്ക് വെന്തോന്ന് നോക്കിയിട്ടും വരാൻ ഇപ്പോൾ 1 hour കഴിഞ്ഞു. ഇതിൻ്റെ അടപ്പ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്, നമ്മൾ എത്ര തേച്ചാലും ഇതിൻ്റെ കളർ മാറത്തില്ല. ഇത് ഭയങ്കര പഴയ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ അതിലൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം കേക്ക് ബേക്കായെന്നാണ്. നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടോ നോക്കട്ടെ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കാരണം ടൂത്ത് പിക്കിന് അത്രയും നീട്ടമില്ലാത്തതുകൊണ്ട് ഈർക്കിലെടുക്കുവാണ്. കണ്ടില്ലേ, ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും കേക്കിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനി പുറത്തൊക്കെ എടുത്ത് വെക്കണം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ. നമ്മൾ കുറച്ച് ഹൈറ്റുള്ള കേക്കാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഒരു കേക്കും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്.
അതും അപ്പോൾ ബേക്ക് ചെയ്യണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ കേക്കും ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ആ ഒരു സമയം കൊണ്ട് അടിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പം നമ്മൾ അടിച്ചു ഒന്ന്, അതിന് ശേഷം നമ്മളൊന്ന് ഫ്രീസറിലൊരു 5 മിനിറ്റ് വെച്ചു. അതിനുശേഷം വീണ്ടും എടുത്തു, പിന്നെ അടിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേക്കും ഇതേ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഡീമോൾഡ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ഡീമോൾഡ് ചെയ്യാം. ഞാൻ ഒരു കേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കേക്കും കൂടി ഡീമോൾഡ് ചെയ്യണം. ഇത് ഈസി ആയിട്ട് അതിനെ ഡീമോൾഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ആ ഒരു പുറകിലുള്ള ബട്ടർ പേപ്പർ പൊളിച്ച് കളഞ്ഞാൽ മതി. കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എക്സാം എഴുതി പാസ്സാവുന്നൊരു ഫീലാണ് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്നത്. അത് ഫ്ലോപ്പ് ആയി കഴിയുമ്പോൾ അത്രയും സങ്കടം വേറൊന്നിനും ഉണ്ടാവത്തില്ല. കാരണം അത്രയും എഫേർട്ട് ഉണ്ട് ഓരോ കേക്കിൻ്റെയും പിന്നിൽ. നെക്സ്റ്റ് നമുക്ക് ഈ 2 കേക്കും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു കേക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ നൂല് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത അനിയത്തിയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്തതിന് കൃത്യമായിട്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അവൾ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നു. അപ്പം നമ്മൾ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ മല പോലെ വരുന്നതിനാണ് സ്റ്റിഫ് പീക്സ് എന്ന് പറയുന്നത്. ഐസിങ് ചെയ്യാനുള്ള പാകത്തിന് തന്നെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും. സാധാരണ എല്ലാവരും ഷുഗർ സിറപ്പിലാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ സോക്ക് ചെയ്യുന്നത് ഷുഗർ സിറപ്പിലല്ല. ഞാൻ മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലായിരിക്കും നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. ഷുഗർ സിറപ്പിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണ്. ഞാനിവിടെ ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സിറപ്പിലാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യുന്നത്. പഞ്ചസാര നല്ലപോലെ അതിൽ അലിയണം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് നമ്മൾ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ലാസ്റ്റ് കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കളേഴ്സൊക്കെ ചേർത്തിട്ട്. അപ്പം നമ്മൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ പാത്രത്തിൽ വെള്ളം എടുക്കുക. അത് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കാനെടുക്കുന്ന ആ ഒരു ചോക്ലേറ്റുള്ള ബൗൾ, ആ ഒരു സ്റ്റീൽ ബൗൾ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റ് പ്ലസ് വൈറ്റ് ചോക്ലേറ്റ് കോമ്പിനേഷൻ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അത് ഉരുക്കി നല്ലപോലെ മെൽറ്റ് ആവണം. ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല. ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേശ്ശെ നമ്മൾ ആദ്യം ഒരു കുഞ്ഞു ബൗളിൽ മാറ്റി വെച്ചില്ലേ വിപ്പിംഗ് ക്രീം, അതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഡബിൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മിച്ചമുള്ള ആ ഒരു വലിയ ബൗളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ലതുപോലെ നമ്മളുടെ ആ ഒരു വിപ്പിംഗ് ക്രീമും ഇതുമായിട്ട് മിക്സ് ആവണം. ഇത് മതിയാവും. നമുക്കിനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കേക്ക് ബോർഡിൻ്റെ ബേസിലത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാൻ. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു കേക്ക് ബോർഡാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സിറപ്പ് ഇതിലേക്ക് നല്ലപോലെ സോക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ മേളിൽ മൊത്തം ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് സിറപ്പ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് കേക്ക് സോക്കാവും. അപ്പോൾ നമ്മൾ സിറപ്പൊക്കെ ഒഴിച്ചു, അതിൻ്റെ പുറത്ത് ഐസിങ് തേച്ചു, അതിൻ്റെ പുറത്ത് ഓരോ ലെയർ വെച്ചു, പിന്നെയും ഇങ്ങനെ കുത്തി, അതിന് ശേഷം നമ്മൾ സിറപ്പ് ഒഴിച്ച് അങ്ങനെ നമ്മൾ ലെയർ ആയിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേളിലായിട്ട് ഫൈനൽ ലെയർ വെക്കുവാണ്. ഫൈനൽ ലെയറും വെച്ചു, അതിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ വീണ്ടും ഈർക്കിൽ വെച്ചിട്ട് കുത്തി ആ ഒരു കേക്ക് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ വീണ്ടും ചെയ്യും. അതായത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ആ ഒരു സിറപ്പ് ഒഴിച്ച് കേക്ക് നല്ലപോലെ സോഫ്റ്റനാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ പുറത്ത് ഐസിങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ഐസിങ് വെച്ചിട്ട് ഫുള്ളും ഐസിങ് കോട്ട് ചെയ്തിട്ടുണ്ട്, ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെയർ. നമ്മളിത് ഫ്രീസറിൽ വെക്കും ഒരു 1 hour. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് സാധാരണ ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം വെച്ച് മാത്രം നമ്മൾ വേറൊരു ലെയർ കൂടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പം നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ കോട്ട് ചെയ്യുന്നതാണ് ആ ഭംഗി വരുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായതുകൊണ്ട് അതിലൊത്തിരി ഇംപെർഫെക്ഷൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഒന്നും കൂടെ കോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുവാണ്. അതായത് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2.5 കപ്പ്
ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് അത് നല്ലപോലെ ഉരുകി അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും ചോക്ലേറ്റ് ഗനാഷിൻ്റെ. അതാണ് നമ്മൾ കേക്കിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചോക്ലേറ്റ് ഗനാഷിന് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കേക്കിൻ്റെ മേലിൽ ഒഴിക്കുമ്പോൾ ആ കേക്കിന് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. അതിനുശേഷം മാത്രം ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഗനാഷ് ആ കേക്കിൻ്റെ പുറത്ത് നല്ലപോലെ കൃത്യമായിട്ട് പറ്റി പിടിച്ചിട്ട് ആ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ മേളിലിങ്ങനെ ഭംഗിയായിട്ട് തന്നെ ലെയറായിട്ടിരിക്കും. അപ്പം നമ്മളുടെ ആ ഒരു കേക്ക് ഫുള്ളും ഈ ഒരു ഗനാഷിൽ കോട്ട് ചെയ്താലാണ് ആ ഒരു ഭംഗി വരുന്നത്. ഇങ്ങനെയുള്ള കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇംപെർഫെക്ഷൻസ് ഒക്കെ നമ്മൾ ഗനാഷ് ഒഴിച്ച് കഴിയുമ്പോൾ അതെല്ലാം കവേർഡായിട്ട് പോവും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഗനാഷ് ഒഴിച്ച കേക്ക് ഒരു 4 hours ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രമേ ഡിസൈൻ ചെയ്യാൻ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ബൗളിൽ മാറ്റി വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീം എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ച പോലെ അത്ര ഫ്ലോപ്പായില്ല, കാരണം പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഡിസൈൻ വെച്ചത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ കേക്കാണ്. ഒത്തിരി എഫേർട്ട് ഉണ്ട് ഈ കേക്കിൻ്റെ പിന്നിൽ, കാരണം എനിക്ക് ഒട്ടും വയ്യാത്ത സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണ്. ശ്വാസം മുട്ടൽ കാരണം തല പൊങ്ങാത്ത അവസ്ഥയിൽ. പിന്നെ ഞാൻ ഒരാൾക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോകുന്നതിന് മുന്നേ കേക്ക് ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്തായാലും മാതാവിന് ഒത്തിരി നന്ദി, ഇത് ഇത്രയും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിന്. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നിട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റിയപ്പോൾ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ കേക്ക് പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ കേക്ക് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക, കേക്ക് കൊള്ളായിരുന്നോ കൊള്ളത്തില്ല എന്നുള്ള കാര്യങ്ങൾ. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേക്ക് കഴിച്ചവർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇത് കമന്റ് ചെയ്തേക്കണം. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാന്റെ ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് സന്നു സൈനിങ് ഓഫ്.